ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇത് കണ്ടോ, ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ. ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ, വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ യോരം ചേർമലയിലൊരക്ഷര കൂടാരം, തളിരുകളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽമലയിലൊരക്ഷര കൂടാരം. ഈ ഉരുള് പൊട്ടിയ സ്ഥലമാണിത്. വീടെല്ലാം രണ്ടാം നിലയായത്. ഒന്നാം നില കംപ്ലീറ്റ് മണ്ണിനടിയിലാണ്. അപ്പോൾ ഇതെല്ലാം ഓരോരോ വ്യക്തികളെ സ്ഥലവും വീടുമായിരുന്നു. കംപ്ലീറ്റ് ഒലിച്ചു പോയതാണ് ഈ കാണുന്നത്. കണ്ടോ? പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതെല്ലാം വീടാണ്. ഇതെല്ലാം വീടിൻ്റെ രണ്ടാം നിലയാണ് കാണുന്നത്. ഒന്നാം നില കംപ്ലീറ്റ് മണ്ണിനടിയിൽപ്പെട്ട് ഈ കാണുന്ന പ്രദേശത്തിലും ഫുള്ള് വീടുകളായിരുന്നു. വീടെല്ലാം കംപ്ലീറ്റ് ഒലിച്ച് പോയതാണ്. ഇനി ഒരുപാട് ബോഡി കിട്ടാനുണ്ട്. പിന്നെ തെരച്ചിൽ അതുകൂടാതെ 200 വീടുകളായിട്ട് ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഭയങ്കര അവസ്ഥയാണ്. ചെറിയ പൈതം മക്കളെല്ലാം മയ്യത്തിങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ആംബുലൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും പുഴയൊന്നല്ല, ഇതെല്ലാം ഓരോരോ വ്യക്തികളുടെ വീടായിരുന്നു. വീടും സ്ഥലവും പുഴയായിട്ട് മാറിയിട്ടുണ്ട്.来，就。പ്ലാവല്ലത് പ്ലാവ് ഇത്രയും വലിയ സാധനം. നമ്മളാ അങ്ങനത്തെ എന്താ തോന്നുന്നല്ലേ കാട്ടുന്ന് പോകുന്ന കാണാൻ പറ്റില്ല. ചെരുപ്പുകളും വീടുകളും മക്കളെ വല്ലാത്തൊരു രോഗം തന്നെയാണ് റബ്ബേ. കൈ കൊടുക്കുന്നു ഭൂമി മക്കളെ, ദുരന്ത ഭൂമി. നോക്കി പോയിക്കാം.
കാണാനാവില്ല മക്കളെ. ഇതാ അല്ല മരം വന്ന് അടിഞ്ഞു കൂടിയതാ. കണ്ടിട്ട് ഞങ്ങൾ ഒരു ലോകം അങ്ങ് ഇതായിപ്പോയി. ഒരു ലോകം ചെറിയ കോലത്തിലൊന്നുമില്ല, ഫുള്ള് പാറയാ. ഇതാ ഒരു പ്രദേശം അങ്ങനെ ഇല്ല. വെള്ളാർമല സ്കൂളിൻ്റെ എത്താട്ടാ ഈ വന്ന് അടിഞ്ഞു നിൽക്കുന്നല്ലോ. ഇത്ര മയ്യത്തിൻ്റെ ഉള്ളിൽ ഒരു ജീവനോടുള്ള ഒരാളെയും ഒരു മോനെയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് 5 ആളുണ്ടെന്ന് പറഞ്ഞ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മോനെ ജീവനോടെയും കിട്ടി, ഒരാളെ ബോഡി ഇവിടുന്ന് കിട്ടി. നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരമാണ്. വല്ലാത്ത അവസ്ഥ പറഞ്ഞു. ഇത് നമ്മളെ സ്കൂളിൻ്റെ സൈഡിലുള്ള റോഡാണ്. റോഡിലൂടെയാണ് ആ വെള്ളം ഒഴുകുന്നത്. അതിപ്പോൾ രാത്രി എത്തിയിട്ട് എവിടെ എത്തിയിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് എത്തിയില്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പ്രകൃതിയും ദുരന്തം സംഭവിച്ച വയനാട് മേപ്പാടിയുടെ മേഖലയിലേക്ക് ഞങ്ങളൊരു കൂട്ടം സുഹൃത്തുക്കൾ കൂടിച്ചേർന്ന് യാത്ര പുറപ്പെടുകയാണ്. കുറച്ച് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട മണ്ണാങ്കണ്ടി സെമീർ, പക്കു, നമ്മുടെ നൗഹൽക്ക, തങ്ങൾ എല്ലാവരും നമ്മളോട് വളരെ നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങളൊരു 6 മണിയാവും. ഇത് മോളാണ്. രണ്ടാം എന്നാ റെഡിയാ. നമ്മുടെ വടകര, നാദാപുരം, കുറ്റ്യാടി മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ കാണുന്നതിൽ ഏകദേശം 80% ആൾക്കാർ. ഈ നാട്ടുകാർ ആരെയും കബറൊഴിക്കാൻ, കാരണം എന്ന് വെച്ചാൽ അവരുടെ ഏതെങ്കിലും ബന്ധുക്കളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനം നടത്തുന്ന നമ്മുടെ പ്രദേശത്തെ യുവാക്കൾ, ഇവരെയൊക്കെ ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. ഇങ്ങനെയുള്ള ഒരു ദുരന്തമുഖത്ത്
ഇന്ന് ഇവിടെ 50 കബറോളം വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മക്കളാണ് ഈ കബറൊക്കെ കുഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന ഈ മക്കൾക്ക് ഉണ്ടാകണം. ആരോഗ്യത്തോടുള്ള ദീർഘായുസ് കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ഇപ്പം തന്നെ 30 കവറ് 2 മണിക്കൂർ കൊണ്ട് 30 കവറ് കുഴിച്ചു കഴിഞ്ഞ് ഇനിയൊന്ന് 20 കവറോളം കുഴിക്കേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഈ ടീം വർക്ക് വളരെ ഭംഗിയോടുകൂടി ചെയ്യുന്നുണ്ട്, വളരെ ആവേശത്തോടുകൂടി ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാണ്, എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ വയനാട് മുണ്ടക്കയിലെ ആ ദുരന്ത പ്രദേശത്താണ് മണ്ണും ചെളിയും വെള്ളവുമെല്ലാം കൂടിക്കലർന്ന ഈ പ്രദേശത്ത് മണ്ണിനടിയിൽ ഇനിയും ധാരാളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സാധ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും ഒക്കെ ഇവിടെ അത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മരണപ്പെട്ട മൃതദേഹങ്ങൾ ഇവിടുന്ന് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ദുരന്തങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊന്നുമല്ല, പക്ഷെ അതിനൊക്കെ അതിജയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയിലൂടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെയുമാണ് നമുക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ദുരന്തത്തെയും നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനൊക്കെ അതിജയിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു. ദുരന്തത്തിൽ ഇരയായിട്ടുള്ള മറ്റുള്ളവർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷ നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഈ രംഗത്ത് നല്ല പരിചയമുള്ള വളണ്ടിയർമാർ, അതുപോലെ തന്നെ സീറ്റ് സെൻ്ററിൻ്റെ ആംബുലൻസുകൾ, പ്രത്യേകിച്ച് ഫ്രീസർ വെച്ച ആംബുലൻസ് അതൊക്കെ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ മിനിസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ മിനിസ്റ്റേഴ്സുമായി ഞങ്ങളൊക്കെ എല്ലാവരും ജനപ്രതിനിധികളെല്ലാവരും സംസാരിച്ചു. ഇവിടുത്തെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ MLA രാവിലെ മുതൽ ഇവിടെ ഞങ്ങളൊക്കെ നിരന്തര സമ്പർക്കത്തിലാണ്. സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇന്നും അടുത്ത ദിവസങ്ങളിലും. എത്ര ആളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത രക്ഷപ്പെടുത്താമെന്നാണ് ബാക്കിയെല്ലാം അതിനുശേഷം വരുന്ന കാര്യങ്ങളാണ്. സഹായം ആവശ്യമുള്ളവർക്ക് അത് എത്തിക്കാനുള്ള എല്ലാ ശ്രമവും ജനങ്ങളും ജനപ്രതിനിധികളും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂട്ടായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് മാത്രമേ ചിന്ത ഉള്ളൂ, മറ്റൊന്നുമില്ല.